ഇന്ത്യ പാക് സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യം. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അമേരിക്കൻ ഇടപെടൽ എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. വിവരങ്ങളുമായി റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഒരു സർവകക്ഷി യോഗം വിളിക്കുക എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ അമേരിക്കയുടെ ഇടപെടൽ അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. അതിലിപ്പോൾ പ്രതിപക്ഷം എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു നിലപാടനുസരിച്ച് മൂന്നാമതൊരു കക്ഷി അത് ഇടപെടുത്തുന്നില്ല എന്നുള്ളതല്ലേ ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത നയം. അത് ഷിംല കരാറിലടക്കം ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അപ്പോൾ എന്താണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്? പ്രത്യേകിച്ച് ട്രംപും അമേരിക്കയും ഒക്കെ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടും ഞങ്ങൾ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷം അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? റോഷ്നി, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തന്നെ AICC ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് അമേരിക്ക എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെട്ടു, എന്താണ് സംഭവിച്ചതെന്ന് ഇന്നലെ തന്നെ ആദ്യം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കോൺഗ്രസിൻ്റെ സമീപനം ഇക്കാര്യത്തിൽ എന്താണ് എന്നൊരു സൂചന അതിൽ നൽകി. അതിന് പിന്നാലെയാണ് ഇന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇതിൽ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം, പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് കുറച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. അതായത് ഷിംല കരാർ ഉപേക്ഷിച്ചോ, ഒപ്പം മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്കുള്ള ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ടോ, എങ്ങനെയാണ് അമേരിക്കക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞത്? അമേരിക്ക പ്രധാനമായും പ്രതിപക്ഷം ഫോക്കസ് ചെയ്യുന്നത് മൂന്നാം കക്ഷിയായ അമേരിക്ക എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെട്ടു, ഷിംല കരാർ ഉപേക്ഷിക്കാതെ അല്ലെങ്കിൽ ഷിംല കരാർ നിലനിൽക്കെ എങ്ങനെ അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ സമീപിക്കുന്നത്. അതിനൊരു പ്രശ്നം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടതായി ആരും പറഞ്ഞിട്ടില്ല. ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി മിസ്രി മാധ്യമങ്ങളെ കാണുന്ന സമയത്തും മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ല എന്ന് പറഞ്ഞു. പക്ഷേ ട്രംപിൻ്റെ എക്സ് പോസ്റ്റിൽ കൃത്യമായി ഇടപെട്ടിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ അമേരിക്ക ഇടപെടൽ ഇല്ല എന്ന് ഈ ഘട്ടത്തിൽ പറയുമോ എന്നതാണ് അറിയേണ്ടത്. മറ്റൊന്ന്, പ്രതിപക്ഷത്തു നിന്നുള്ള മറ്റു കക്ഷികളും പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയും സമാന ആവശ്യവുമായി വന്നിട്ടുണ്ട്. എങ്ങനെ അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും പാർലമെന്റിന്റെ സംയുക്ത യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടു. ഇതിൽ പ്രത്യക്ഷമായി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നില്ലെങ്കിലും മറ്റു പല ചോദ്യങ്ങൾ ഉന്നയിച്ച് 1971 ഇന്ദിരാഗാന്ധിയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി. ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ എക്സ്പോസ്റ്റുകൾ നോക്കിയാൽ ഇന്ദിരാഗാന്ധി 1971 അമേരിക്കയോട് സ്വീകരിച്ച സമീപനം പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ അതിലൊരു വ്യക്തത വരുത്തണം. ഇടപെട്ടു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ എക്സ്പോസ്റ്റ് ഇട്ട വൈറ്റ് ഹൗസ് തന്നെ വാർത്താക്കുറിപ്പിറക്കിയ ഒരു വിഷയത്തിൽ അങ്ങനെ ഇന്ത്യക്ക് പറയാൻ കഴിയുമോ എന്ന കാര്യം നോക്കണം. എന്തായാലും പ്രതിപക്ഷത്തെ കോൺഗ്രസിന് പിന്നാലെ മറ്റു പാർട്ടികളും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ്. നേരിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നില്ലെങ്കിലും മറ്റു പല ചോദ്യങ്ങൾ ചോദിച്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ മറുപടി പറയിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. റോഷ്നി, ഓക്കെ, അപ്പോൾ അതാണ് ഈ വെടിനിർത്തൽ സംബന്ധിച്ചും കൂടുതൽ വ്യക്തത കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, അമേരിക്കയുടെ ഇടപെടൽ അതെങ്ങനെയാണ്, അതെന്ത് ഇടപെടലായിരുന്നു എന്നതടക്കം കേന്ദ്രത്തോട് വിശദീകരിക്കാൻ കൂടി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. സർവകക്ഷി യോഗമാണ് കോൺഗ്രസ് ആവശ്യമായി ഉന്നയിക്കുന്നത്.